ഹലോ, നമുക്ക് ഇന്നൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം എൻ്റെ തയ്യൽ മെഷീൻ ബ്രൂസിൻ്റെ R2 ആണ് എൻ്റെ തയ്യൽ മെഷീൻ. അതിൻ്റെ മോള് ഭാഗത്ത് നമ്മൾ ബോബിൻ കേസിൽ ഇങ്ങനെ നൂല് ചുറ്റുന്നുണ്ട്. അങ്ങനെ നൂല് ചുറ്റാതായിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി. കാരണം അങ്ങനെ നൂല് ചുറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ വർക്ക് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിത് അതിനകത്ത് ബോബിൻ കേസ് വെച്ചിട്ട് ഞാൻ കൈകൊണ്ടൊക്കെയാണ് കറക്കി അത് നൂല് ചുറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്തപ്പോഴത്തേക്കുമാണ് എനിക്കൊരു വീഡിയോ കിട്ടിയത്. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാക്കണമെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് അറിയാൻ പാടില്ലാത്തവർക്ക്, ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിപ്പോൾ ബോബിൻ കേസ് നമ്മൾ ആ ഒരു സ്ക്രൂവിൻ്റെ അവിടെ ഇട്ടിട്ട് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കറക്കിയിട്ട് നൂല് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഒരു വാഷർ പോയതാണ്. അപ്പോൾ അതിനൊരു 3 സ്ക്രൂ കണ്ടോ, ഒരു 3 സ്ക്രൂ കിടപ്പുണ്ട്. അതൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മളത് ഇളക്കി ഇങ്ങനെ മാറ്റിയെടുക്കണം. നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ സ്ക്രൂ ഇങ്ങനെ ഇളകി പോരും കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ ആ 3 സ്ക്രൂവും നമ്മളിങ്ങനെ ഊരിയെടുക്കണം കേട്ടോ. ഇതിൽ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് എഫേർട്ട് എടുക്കുന്ന പോലെ തോന്നും. പക്ഷെ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങി പോരും. ആ 3 സ്ക്രൂവും ഇങ്ങനെ ആദ്യം ഇളക്കിയെടുക്കുക. നമ്മളിപ്പോൾ ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയി സർവീസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നമ്മളിത് ഒന്ന് കണ്ടാൽ മതി. ഇത് കണ്ടോ, ഇതിങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ ആ വൈറ്റ് സാധനം കണ്ടോ, ഏറ്റവും അടിയിൽ ആ വൈറ്റ് സാധനത്തിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് വാഷർ ഉണ്ടാവണം. ആ ബ്ലാക്ക് വാഷർ പൊട്ടി താഴെ കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്കത് നൂല് ചുറ്റാൻ പറ്റാതിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ആ വാഷർ തപ്പി കണ്ടുപിടിക്കണം. വാഷർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ പൊട്ടി കിടക്കുന്നത് കണ്ടോ. അപ്പോൾ അത് നമ്മളിങ്ങോട്ട് എടുക്കണം. ഓൾറെഡി ഞാൻ കൈവച്ച് എടുക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാനൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് തന്നെ അത് പൊക്കി എടുക്കുക ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആ ഹോളിൻ്റെ ആ ടോപ്പ് പോർഷനിൽ തന്നെ വേറൊരു വാഷറുണ്ട്. ആ വാഷർ കറക്റ്റ് പൊസിഷനിലാണോ കിടക്കുന്നതെന്നൊന്ന് നോക്കണം കേട്ടോ. അത് കറക്റ്റായിട്ടാണ് എനിക്ക് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് കാണിക്കാഞ്ഞത്. ഇപ്പോൾ ആ താഴത്തുനിന്ന് ആ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഞാൻ ആ ഒരു വാഷർ എടുത്ത് പൊക്കിയെടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം പൊട്ടിയിരിപ്പുണ്ട് കണ്ടോ. ഒന്നെങ്കിൽ നമുക്കത് പുതിയ വാഷർ മേടിക്കണം. എനിക്കിപ്പോൾ പുതിയ വാഷർ മേടിക്കാനുള്ള ഒരു ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഗമ്മ് വെച്ചിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കുവാണ്. ഗമ്മ് വെച്ച് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അധികം നാൾ നിൽക്കില്ല കേട്ടോ. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പുതിയൊരു വാഷർ മേടിക്കണം. ഇപ്പോൾ ഒരു തൽക്കാല യൂസിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ഗമ്മ് വെച്ച് അതൊന്ന് ഒട്ടിച്ചെടുത്തത് കേട്ടോ. അത് ഒട്ടിച്ചിട്ട് ആ വൈറ്റ് പോർഷനിലേക്ക് ആ വാഷർ ഇറക്കി വെച്ച് നമ്മൾ നേരത്തെ എങ്ങനെയാണോ അത് ഊരിയെടുത്തത് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്താൽ മതി. തിരിച്ച് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ആ 3 സ്ക്രൂ നമ്മൾ ആ യഥാസ്ഥാനത്ത് തന്നെ കറക്റ്റായിട്ട് വെക്കുക. അതിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ തെറ്റിപ്പോകരുത്. കാരണം ഓരോ സ്ക്രൂവും എവിടെ നിന്നാണ് ഇളക്കിയെടുത്തതെന്നുള്ളത് ഒരു ബോധ്യം വേണം കേട്ടോ. എന്നാലേ ഇത് കറക്റ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ.